അസ്സലാമലൈക്കും മക്കളെ, നമുക്ക് ഇന്നാണ് നീർച്ചച്ചോറ്. തേങ്ങാച്ചോറാണ്. ഒരു പാത്രം നിറച്ചിട്ടുണ്ട്, കുറേ ചോറുണ്ട്. പിന്നെ ഇറച്ചിയാണിത്, ഇതല്ലേ നമുക്ക് തിന്നാനുള്ള ഇറച്ചിയുണ്ട്. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഇറച്ചി. നമ്മൾ എത്ര വെക്കാൻ നോക്കിയാലും ഈ ഇറച്ചിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതൊന്നും കൂടി കുക്കറിലിട്ടിട്ടൊന്ന് സവോള ഇട്ടിട്ട് ലെവലാക്കാനുള്ള പരിപാടിയാണ്. എന്താ വെച്ചെങ്കിൽ എനിക്ക് എരി കുറവ് മതി, ഇത് നല്ല എരി ഉണ്ടാവും. അപ്പോൾ അത് ഒന്ന് കുറക്കാനുള്ള പരിപാടിയാണ്. കുറച്ച് എണ്ണ ഒഴിച്ചാൽ, എന്നിട്ട് സവോളയും തക്കാളിയും ഇടുക. എന്നിട്ട് ഈ കറീനെ അതിലൊക്കെ ഇട്ടിട്ട് 2 വിസിലും കൂടി അടുപ്പിച്ചെടുക്കുക. ഇത് ഈ കറി ഇങ്ങനെ തിന്നണവർക്കാണ് കേട്ടോ ഇങ്ങനെ ടേസ്റ്റ്. എന്താ വെച്ചെങ്കിൽ എനിക്ക് എരി കുറവ് മതി, നല്ല എരി ഉണ്ടാവും. തീ കൂട്ടി വയ്ക്കുക. സവോള ഇതുണ്ട്. ചൂടായി ഇത് കുറവാലോ. ഞാൻ തീ നല്ലോണം കുറച്ച് വെച്ചിരുന്നു, അതുകൊണ്ട് സവോളയും തക്കാളി അരിയാൻ നേരം പോകുന്ന എത്തിയിട്ട്. എന്നിട്ട് നമുക്ക് ഈ ഇറച്ചിനെ എടുത്തിട്ട് അരിക്കിടുക. നല്ല മസാല ഇതൊക്കെ ഉണ്ടാവും. ഇങ്ങനെ തിന്നുന്നവർക്ക് ഇങ്ങനെയാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. ഈ ഇറച്ചിയുടെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. ഇത് നമ്മൾ കുടിയിൽ വെച്ചാൽ ശരിയാവില്ല. കുടിയിൽ വെച്ചാൽ ഈ ടേസ്റ്റ് കിട്ടൂല. അത് ഇന്നലെ ഒരു ചങ്ങായി പറയുന്നുണ്ടായിരുന്നില്ലേ, ആ ചോറിൻ്റെ ആ ഒരു ബീഫിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമ്മൾ എത്ര പൈസ കൊടുത്താലും കിട്ടില്ല എന്ന മാതിരി തന്നെയാണ്. സത്യമാണ് ആ പറഞ്ഞത്. ഒരു വല്ലാത്ത ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ചോറ് തേങ്ങാച്ചോറാട്ടോ. അതാ നമുക്കിവിടെ തേങ്ങാച്ചോറാണ്. ഒരു പാത്രം നിറയെ കിട്ടിക്കൊണ്ട് അത് മതി. ഒരു നേരമല്ലേ ചോറ്, ബാക്കി 2 നേരം പലകാരല്ലേ. പിന്നെ ചായ വെച്ചിരിക്കുന്നു ഇവിടെ. പിന്നെ രാവിലത്തേന് ഇതാ നൂൽപുട്ടുണ്ട്. ഇതിൽ നൂൽപുട്ടുണ്ടായി തുറന്നിട്ട് കിട്ടുന്നില്ല. നൂൽപുട്ട് ആവിയേറ്റി വെച്ചിരിക്കുന്നു ഞാൻ. കട്ടൻ ചായ വെച്ചിരിക്കണു, അതൊന്ന് അരച്ചൊക്കെ കേട്ടോ. നാലേക്ക് ചൂടാറാതെ ഇപ്പോഴും അത് അരച്ച് വെച്ച് ഞാൻ കൂട്ടാനൊന്നും ആവി വെക്കുന്ന വരെ ഇത് മല്ലിയില അരിപ്പിടാനുള്ളതാണ്. വെച്ചിങ്ങനെ താഴെപ്പൂണ്ട. അപ്പോൾ ഇന്നലെ ഞങ്ങൾ നൂൽപുട്ടുണ്ടാക്കി, ബാക്കിയുണ്ട്. ഉണങ്ങിക്കുന്നത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി അടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇനി എന്താ, ഇത് നമുക്കിന്ന് രാവിലെ നീർച്ചച്ചോറാണ്. ഇന്നിപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നീർച്ചച്ചോറായിക്കാറും. ഇന്ന് നീർച്ചച്ചോറുകൊണ്ട് കഴിച്ചുകൂട്ടാം. ഇതൊക്കെ കണ്ട് എടുത്തപ്പോൾ കണ്ട് ഒക്കെ അങ്ങോട്ട് കാലിയാവും കേട്ടോ. ഇതിൽ നൂൽപുട്ടാണ് എടുത്ത കുക്കറിൻ്റെ അടപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്ന് അങ്ങനെയാണ് വൃത്തിയാവും. പിന്നെ ഇത് ചായയാണ്, അതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അങ്ങോട്ട് ഇതോടില്ലേ അവള് എല്ലാം ക്ലീനാവും. അതാണ് നമ്മുടെ കുഞ്ഞടുക്കള. അല്ലേ നമ്മളെ ചോറും പാത്രം ഇറച്ചിയൊക്കെ എടുക്കണം. നമുക്കിങ്ങനെ വടക്കണിയിൽ നിന്ന് അപ്പുറത്ത് കൂടെ പോകുന്ന ആൾക്കാരെ കാണാം കേട്ടോ. ഉണ്ടോ, വടക്കണിയിൽ നിന്നാൽ മതി. അത് തന്നെ പോകുന്ന ആൾക്കാരെ കാണാം. അത് വഴിയാണതേ. ഉണ്ടോ, ഇതാണ് വഴി, നമ്മളെ വഴിയാണത്. വഴി ഈ മൂടിയിട്ടിക്കണ കാക്കുവിൻ്റെ വണ്ടിയാണ് കേട്ടോ, ജീവ. അപ്പോൾ ഇനി എന്താണ് നിർത്താം. 4 മിനിറ്റായി. നമ്മളെ വയസ്സം ഫ്രിഡ്ജാണ് കേട്ടോ, നമ്മളെ വയസ്സം ഫ്രിഡ്ജ്. നിർത്താം അവർക്കൊക്കെ. ശരി എന്നാ മക്കളെ, അസ്സലാമു അലൈക്കും.